ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മണിമുല്ലയെക്കുറിച്ചാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലെ മണിമുല്ല പൂക്കുന്നത്. ഇത് നട്ടിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പല സ്ഥലത്തും മണിമുല്ലയൊക്കെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ ഞാൻ ഓൺലൈനിലൊരു തൈ വാങ്ങി വെച്ചതാണ്. അതാണ് ഇപ്പോഴേ ഈ വർഷം നന്നായിട്ട് പൂവിട്ടത്. നല്ല ഭംഗിയുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോയിൽ എത്രമാത്രം ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുല്ലപ്പൂവിൻ്റെ നിറമാണെങ്കിലും പക്ഷെ മുല്ലപ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലല്ല. പിന്നെ ആ ഇതളും വ്യത്യാസമുണ്ട്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇത് നമ്മൾ നടുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ നട്ട് വളർത്തിയപ്പോഴേ എനിക്കുണ്ടായ അനുഭവം എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ ഇത് നന്നായിട്ട് പിടിച്ചു കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പൂ പിടിക്കത്തുള്ളൂ. നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് കാട് പോലെ ചിലപ്പോൾ വളരുമായിരിക്കും, പക്ഷേ പൂ പിടിക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. അതുകൊണ്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ആദ്യം നടാൻ ശ്രദ്ധിക്കാൻ. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ വീട്ടിൽ വെയിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചട്ടിക്കകത്താക്കിയിട്ട് നമ്മൾ വെയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി നമുക്ക് വെക്കാവുന്നതേ ഉള്ളല്ലോ. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനും ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം എനിക്കും വീട്ടിൽ ഇല്ല. അതുകൊണ്ട് ഞാനും ഇതൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയിൽ വെച്ചിട്ട് സപ്പോർട്ടിനായിട്ട് കമ്പൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങനെ പടർത്തിയെടുത്തേക്കുന്നത്. നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്. ഞാനൊരു ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലാണ് ഇത് വാങ്ങിച്ചത്. നട്ടിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നോക്കി ഞാൻ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. കെമിക്കൽ വളങ്ങളൊന്നും ആ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തില്ല. എല്ലാം ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രം, നമ്മുടെ വീട്ടിലുള്ള വളങ്ങളെല്ലാം നന്നായിട്ട് കൊടുത്താണ് ഈ പ്ലാന്റ് നന്നായിട്ട് അത് പടർന്ന് കയറിയത്. അതിൻ്റെ ശാഖകളൊക്കെ ഒത്തിരി ഞാനത് വെട്ടി നട്ട് തൈകളൊക്കെ ആക്കിയിട്ടുണ്ട്. കുറേ സെയിൽ ചെയ്യുകയും ചെയ്തു. തൈകൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി, എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴേ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സൺലൈറ്റ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ ഇത് നന്നായിട്ട് പിടിക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ നീർവാർച്ചയുള്ള മണ്ണ് വേണം നമ്മൾ നടുമ്പം കൊടുക്കാൻ. കെമിക്കൽ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നടുന്നതിൻ്റെ കൂടെ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ പോട്ടിങ് മിക്സിനായിട്ട് എടുക്കുന്ന മണ്ണ്, നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾ കൊടുത്താൽ മതി. നമ്മൾ ചട്ടിക്കകത്തൊക്കെ വളർത്തുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് കുറച്ച് കമ്പ് ഒക്കെ സൈഡിലെല്ലാം കുത്തി കൊടുത്താൽ അത് നന്നായിട്ട് പടർന്ന് കയറത്തുള്ളൂ. നല്ല കട്ടിയുള്ള കമ്പാണ്, കനമുള്ള കമ്പാണ് ഈ മണിമുല്ലയുടെ കമ്പുകൾ. അതുകൊണ്ട് ഇച്ചിരി കനമുള്ള കമ്പുകളാണ് തൈയാക്കി നടാനായിട്ടും ഞാൻ എടുത്തത്. പിന്നെ ഈ മഴക്കാലത്തെല്ലാം മഴ കൊണ്ട് നിന്നൊരു പ്ലാന്റാണിത്. അങ്ങനെ അതുകൊണ്ടാണ് നീർവാർച്ചയുള്ള മണ്ണ് തന്നെ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞത്. ആ പൂക്കളുടെയൊക്കെ ഭംഗി കണ്ടില്ലേ. ഇത് അധിക ദിവസം നിൽക്കത്തില്ല. ആദ്യമേയൊക്കെ എനിക്കൊരു നവംബർ ആദ്യം മുതൽ പൂക്കാൻ തുടങ്ങി. ചെറിയ മൊട്ടുകളൊക്കെ വന്ന് തീരെ അരിമണി പോലുള്ള മൊട്ടുകളാണ്. അത് വലുതായി വന്ന് കുറച്ച് സമയമെടുക്കും ഇത് വിരിഞ്ഞൊന്ന് വരാനായിട്ട്. ഇനിയിപ്പം പൂക്കളാണെങ്കിൽ അധിക ദിവസം നിൽക്കത്തില്ല. ഇത് പൊഴിഞ്ഞു പോയിട്ട് അടുത്ത സെറ്റ് വിരിയാൻ തുടങ്ങും. നല്ലപോലെ ഈ തേനീച്ചകൾ ഇതിന് ചുറ്റും നടക്കുന്നുണ്ട്. ഇതാണ് തൈയുടെ സൈസ് സെയിലിനായിട്ടുള്ളത്. നല്ല സൈസായിട്ടുള്ള തൈകളുണ്ട്. 100ൻ്റെ തൈകളുണ്ട്, 60ൻ്റെ തൈകളുണ്ട്, 80ൻ്റെ തൈകളുണ്ട്. തീരെ ചെറിയ തൈകളല്ല, നല്ല പടർന്നിരിക്കുന്നതാണ് ആ 100ൻ്റെ തൈകളൊക്കെ. ഇതൊക്കെ 100 രൂപയുടെ തൈകളാണ്. നല്ലതായിട്ട് ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആ മഴ സമയത്ത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുത്തി കൊടുത്തതാണ്. നന്നായിട്ട് പെട്ടെന്ന് വേര് പിടിച്ച് വരുന്നതാണ്. അങ്ങനെ ഫംഗസ് ഇൻഫെക്ഷനോ രോഗങ്ങളോ ഒന്നും ഈ പ്ലാന്റിന് പെട്ടെന്ന് വരത്തില്ല. പിന്നെ നമ്മൾ നട്ടതിന് ശേഷം നന്നായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇത് മഴക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണെന്ന്. വേനലായി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ നമ്മൾ നനച്ച് കൊടുക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് നിന്നാലേ ഇത് പൂക്കത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ഈ നവംബർ ആകാറായപ്പോഴത്തേക്ക് കുറച്ച് ഡാപ്പ് ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്തായിരുന്നു.
കൂടുതലും ഓർഗാനിക് വളങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്ട്